ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യം നമ്മൾ അജ്മാൻ്റെ അല്ലേ ചെയ്തത്? അജ്മാനാണ് ചെയ്തത് ആദ്യം. അപ്പോൾ അജ്മാന് ഡേ ആണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഇന്നിപ്പോൾ നൈറ്റ് വ്യൂവിലാണ് നമ്മൾ ചെയ്യുന്നത്. എസ് പ്രോൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നൈറ്റ് വ്യൂ നല്ല ക്ലാരിറ്റി ആയി കിട്ടും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ നമ്മൾ ഇത് മൂന്നാമത്തെ ക്യാമറയാണ്. ആദ്യം നമ്മൾ X4 എടുത്ത് X4ൽ നമ്മൾ നൈറ്റ് വിഷൻ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കി. പക്ഷേ നൈറ്റ് നമുക്കത് അത്ര വലിയ ക്ലാരിറ്റി ഒന്നും കിട്ടാത്തതുകൊണ്ട്, ക്ലാരിറ്റി ഉണ്ട് പക്ഷെ നമുക്ക് എസ് പ്രോൻ്റെ ക്ലാരിറ്റി മാച്ചാക്കി നോക്കുമ്പോഴേക്ക് ഇത് ആക്ച്വലി എസ് പ്രോ 2 ആണ്. റീസെൻ്റ് ആയിട്ട് റിലീസ് ആയ ക്യാമറയാണ് ഇത്. Insta360. ഇതിൽ നൈറ്റ് മോഡ് സ്പെഷ്യലി അതിലൊരു പ്യൂർ വീഡിയോ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ വല്ലാത്തൊരു ക്ലാരിറ്റിയാണ്. നൈറ്റ് ആ ബ്രൈറ്റ്നെസ് ഒക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് ലൈറ്റിങ്സ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ക്യാമറയുടെ വിശേഷം. അപ്പോൾ മൂന്നാമത്തെ ക്യാമറ നമുക്ക് ചെറിയൊരു എസ് പ്രോൻ്റെ മറ്റേ Go 3. ഇത് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. അത് നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്യാം. നമ്മുടെ ടീഷർട്ടിലാണെങ്കിലും ക്യാപ്പിൽ വെക്കാം. പിന്നെ കാറിൽ എവിടെ വേണമെങ്കിലും, അത് മാഗ്നറ്റിക് ആണ്, എവിടെ വേണമെങ്കിൽ അറ്റാച്ച് ഹാങ് ചെയ്യാം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോഴേക്ക് നമ്മൾ POV കൊടുത്തിരുന്നു. ഒരു 3 സെക്കൻഡ് അത്രയൊന്നും ക്യാപ്പിൽ വെച്ചിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണാം. നമ്മൾ അജ്മാനിൻ്റെ ഒരു ലെങ്തി വീഡിയോ ആണ് എടുത്തത് ആദ്യം. പിന്നെ അതിൽ കുറച്ച് പാർട്സ് നമ്മൾ വീഡിയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല, അത് നമ്മൾ കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ചെറിയൊരു പോർഷനാണ് നമ്മൾ അജ്മാൻ്റെ എടുത്തത്. അജ്മാൻ്റെ പിന്നെ വലിയ വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ചെറിയ പോർഷൻ ഇപ്പോൾ മതിയെന്ന് തോന്നി. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോഴേക്ക് നല്ല പ്ലാൻഡായി നമ്മൾ അജ്മാൻ ഒന്ന് നമുക്ക് നൈറ്റ് ഒന്ന് കറങ്ങണം. നൈറ്റ് ഒന്ന് പിന്നെ സിറ്റി മൊത്തമായിട്ട് കറങ്ങണം. ഫുള്ള് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നമ്മളെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു അടുത്ത വീഡിയോ നമുക്ക് ദുബായിൻ്റെ ആണ് എടുക്കാമെന്ന്. പക്ഷേ നമ്മൾ കൂട്ടുകാരന് ഇന്ന് അബുദാബിയിൽ വന്നതുകൊണ്ട്, അബുദാബിയിൽ ചെറിയൊരു എയർപോർട്ടിൻ്റെ കാര്യമുള്ളതുകൊണ്ട് അബുദാബി വന്നു. അപ്പോൾ അബുദാബി നൈറ്റ് വിഷൻ ചെയ്യാൻ നമുക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അബുദാബി നൈറ്റ് വിഷനാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് അബുദാബി മറീനയുടെ അടുത്തേക്കാണ്, മറീന ബീച്ചിൻ്റെ അടുത്തേക്കാണ്. മറീന ബീച്ചല്ല, കോർണിഷിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. അവിടെ വൈകുന്നേരമൊക്കെ നല്ല ക്രൗഡാണ്, നല്ല പ്ലേസാണ്. വൈകുന്നേരം അവിടെ പോയി ഒരു മൈൻഡ് റിലാക്സേഷന് പറ്റിയൊരു സ്ഥലമാണ്. കാംലി അവിടെ ഇരുന്നിട്ട് നല്ല പീസ്ഫുൾ സ്പേസാണ്. ഭയങ്കര ക്രൗഡൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു പീസ്ഫുൾ ഏരിയ ആണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അവിടെ അത്ര ആൾക്കാരൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ നമുക്ക് നോക്കാം അവിടെ പോയി എന്താണ് അവിടുത്തെ വിശേഷം, ഈ രാത്രിയിൽ എങ്ങനെയാണ് അവിടെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസാണ് നമ്മൾ എടുക്കുക. പിന്നെ അതുകൂടാതെ വേറൊരു 2 സ്ഥലത്തേക്ക് പോകണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഗാലറിയുടെ സൈഡിലേക്ക് അവിടെ പോവും. പിന്നെ അതുകൂടാതെ നമ്മുടെ എലക്ട്ര പിന്നെ ഹംദാൻ സ്ട്രീറ്റൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങി വരാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ റോഡ് ട്രിപ്പ് മാത്രമാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ പുറത്ത് നമ്മൾ വിശേഷമായിട്ടൊന്നും പോവില്ല. ഓൺലി നമ്മൾ റോഡ് പിന്നെ റോഡിൽ കിട്ടുന്ന വ്യൂസൊക്കെ നമ്മൾ പകർത്തിയെടുക്കും. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്ററിൻ്റെ ദൂരമേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് നമുക്ക് ഏതായാലും ഈ ട്രാഫിക്കൊക്കെ ബീറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് അകത്ത് നമുക്ക് അവിടെ എത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം അല്ലേ? ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ടാവും. ആൾക്കാരൊക്കെ മറീനയുടെ സൈഡിലേക്ക് പോകുന്ന ആൾക്കാരാണ്. പിന്നെ ഇതിന്റെ ലാസ്റ്റ് ലീവാണല്ലേ? ഇന്ന് ഞായറാഴ്ച ഇതിന്റെ ലാസ്റ്റ് ലീവാണ്. ഒരു ലോങ് വെക്കേഷൻ ലീവ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. 4 ദിവസത്തെ ലീവായിരുന്നു. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഇവിടെ എല്ലാവരും ഡ്യൂട്ടിക്കാ. അതെ, നാളെ വീണ്ടും നമ്മള് ഡ്യൂട്ടിക്ക് കയറാം. രാവിലെ എണീക്കണം, ഡ്യൂട്ടി പോകണം. അങ്ങനെ ഒരു ചടങ്ങുണ്ട് ഇവിടെ. രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടി പോകേണ്ടത് ഭയങ്കര ഒരു സീനാണ്. പ്രത്യേകിച്ച് ഒരു ലോങ് ലീവൊക്കെ കിട്ടിയതിന് ശേഷം പോകുമ്പോഴേക്ക് ഭയങ്കര ഒരു
എന്താ പറയുക, ഒരു വെറുപ്പ് തോന്നും അല്ലേ? പക്ഷെ പോവാണ്ടിരിക്കാൻ പറ്റില്ല, പോവാണ് തന്നെ. നമുക്ക് ആ ലൈൻ പോകണ്ടേ? അപ്പോൾ ഇത് ഈ ലൈന് അങ്ങോട്ടേക്ക് പോകും. മിസ്സായതുപോലെ ഇത് മറ്റേ ഇതിന്റെ ഡെക്കറേഷൻ അല്ലേ ഈ ഭാഗത്ത്? ഇവിടെ മൊത്തത്തിൽ നല്ല ഡെക്കറേറ്റീവ് ചെയ്തിട്ടുണ്ട് റോഡിന്റെ സൈഡൊക്കെ. വ്യൂവേഴ്സ്ക്ക് ഇത് കാണൂലല്ലോ, ഇപ്പൊ കാണും. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആയാലും സിഗ്നൽ ഓപ്പൺ ആയി കാണും. സിഗ്നൽ ഓപ്പൺ ആയി. നമ്മുടെ ലൈനൊന്ന് ചെറുതായി ചേഞ്ച് ചെയ്തേട്ടാ. ചിലപ്പോൾ നമ്മൾ അപ്പുറത്തെ ലൈനിലേക്കായിരിക്കും പോവുക, അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത്. ഇതിന്റെ ഡെക്കറേഷൻസ് ഒക്കെ റോട്ടിൽ നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ ഒക്കേഷനിലും ഇതായാലും പിന്നെ അതേപോലെ ന്യൂ ഇയർ, പിന്നെ ഏത് ഫെസ്റ്റിവൽ വന്നാലും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യും. അതാ ഇവിടുത്തെ പ്രത്യേകത. നാഷണൽ ഡേക്കൊക്കെ ഇങ്ങനെ നല്ല സ്റ്റൈലിഷായി ഡെക്കറേറ്റ് ചെയ്ത് വെക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു, കാണുന്നുണ്ടല്ലേ? കാണുന്നുണ്ട്. ഇത് കോർണിഷിൻ്റെ ഇപ്പുറത്തെ ഭാഗമാണ്. ഇപ്പോൾ ഇതിൽ സ്ട്രൈറ്റ് പോയിട്ട് എക്സിറ്റ് എടുത്താൽ നമുക്ക് കോർണിഷ് എടുക്കാം. പിന്നെ സ്ട്രൈറ്റ് പോയാൽ എമിറേറ്റ്സ് പാലസ് ഉണ്ട്. പിന്നെ അഡ്നോക്കിൻ്റെ ഓഫീസ് ഇവിടെയാണ്. നമ്മൾ ഹെഡ് ഓഫീസ് അല്ലേ? ഹെഡ് ഓഫീസ്. നമ്മൾ റൈറ്റിലേക്ക് പോകുമ്പോഴേക്ക് അടുത്ത ഭാഗത്ത് വലിയൊരു ബിൽഡിംഗ് ആണ്. അത് മൊത്തം അഡ്നോക്കിൻ്റെ. അഡ്നോക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഓയിൽ കമ്പനിയാണ്. അത് അബുദാബി ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഉള്ളത്. അബുദാബി ഗവൺമെൻറ്റാണ് അഡ്നോക്ക് റൺ ചെയ്യുന്നത്. വീണ്ടും ഒരു സിഗ്നൽ. ഓക്കെ, ഇവിടെ സിഗ്നല് കുറേ ഉള്ളത് കൊണ്ട് നമ്മൾ ചെറുങ്ങനെ പോസ് ചെയ്യുന്നുണ്ട് വീഡിയോ, വെറുതെ ലാഗ് ആക്കണ്ട പറഞ്ഞിട്ട്. എല്ലാ സിഗ്നലിലും നമ്മൾ വീഡിയോ റൺ ചെയ്താൽ പിന്നെ അതൊരു വീഡിയോ ലെങ്ത് കൂടുതലാവും, പിന്നെ നോക്കുന്നവർക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിഗ്നലൊക്കെ പൗസ് ചെയ്ത് പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇട്ടുതരാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 2 സിഗ്നലും കൂടി കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് കൊണ്ട് വരും. മറ്റേ എമിറേറ്റ്സ് പാലസ് റൗണ്ട് അടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയാലും ഓക്കെ, കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാം. എമിറേറ്റ്സ് പാലസും കാണട്ടെ നമ്മളെ വ്യൂവേഴ്സിന്. അപ്പോൾ ഈ സിഗ്നൽ നമുക്ക് എത്തുമ്പോൾ തന്നെ ഓപ്പൺ ആയി കിട്ടി. ഹൈവ, ഇതൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ലക്കോൺ സിഗ്നൽ. ഒരു സിഗ്നൽ ഓപ്പൺ ആയി കിട്ടിയാൽ പിന്നെ എല്ലാ സിഗ്നലും പെട്ടെന്ന് ഓപ്പൺ ആയി കിട്ടും. അതിപ്പോൾ അത് ഓപ്പൺ ആയി കിട്ടിയത് കൊണ്ട് നമുക്ക് ഇത് അടുത്ത സിഗ്നൽ പെട്ടെന്ന് ഓപ്പൺ ആയി കിട്ടി. നമ്മളൊന്നും കൂടി ലൈൻ ഏഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്ട്രൈറ്റ് പോകുന്നതുകൊണ്ട് ഈ സിഗ്നൽ മിസ്സാവോ? പോയിക്കോ മോനെ, പെട്ടെന്ന് പോയിക്കോ. അയവ, അപ്പോൾ ഈ സിഗ്നൽ നമുക്ക് ഓപ്പൺ ആയി കിട്ടി. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് പോയി എമിറേറ്റ്സ് പാലസിൻ്റെ അവിടെ ഒരു റൗണ്ട് എടുത്ത് വീണ്ടും നമുക്ക് കോർണിഷ് ഭാഗത്തേക്ക് പോവാം.